ഹേ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്ന ദളപതിയുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് സിനിമകളിലൊന്നായ തെരിയുടെ സ്പൂഫായ ബേബി ജോണിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് മിസ്റ്റേക്ക് ആണ്. മറ്റുള്ള പടത്തിൽ നിന്ന് കോപ്പി അടിച്ച് ഇറക്കുന്ന അറ്റ്ലി സ്വന്തം പടത്തെ റീമേക്ക് എന്ന പേരിൽ റീമേക്ക് ഉള്ളിൽ തന്നെ സ്പൂഫ് എടുത്ത് വെച്ചിരുന്നു. നിങ്ങൾ തെരി കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതി നേരെ ഇതിലോട്ട് പോയി തലവെക്കല്ലേ. ഇനി നേരെ മിസ്റ്റേക്കിലോട്ട് പോവാം. ബേബി ജോണിന്റെ മോളെ സ്കൂളിൽ പോയി വിളിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ആദ്യത്തെ സീനിൽ സൂക്ഷിച്ചു നോക്കി കാണാം ബാഗ് പോസ്റ്റിന്റെ റൈറ്റ് സൈഡിലായിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ സീൻ വരുമ്പോൾ അത് പോസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. കുഷിയുടെ മുഖത്ത് നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ചുവപ്പ് പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. അത് ചുവപ്പ് പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നതല്ല, റോണി എന്ന് പറഞ്ഞ 5 വയസ്സുകാരെ ഇടിച്ചു വെച്ചു കൊടുത്തതാണ്. എന്താ ഇത് 5 വയസ്സുകാരെ ഇടിക്കുമ്പോൾ ഓക്കെ ചെറുതായിട്ട് ചുവപ്പ് വരാം. ഇത് ഒലക്ക കൊണ്ട് ഇടിച്ച പാട് പോലെ ഉണ്ടല്ലോ. ഈ 250 കോടിയുടെ പടം സ്പോൺസർ ചെയ്തത് സെന്റർ ഫ്രഷ് ആസ്ട്രൽ പൈപ്സ് ഫ്രൂട്ടി. കാരണം ഒട്ടുമിക്ക എല്ലാ സീനുകളിലും ഇതിന്റെ കാർഡുണ്ട്. ഈ വില്ലന്മാരെല്ലാം ബേബി ജോണിന്റെ വീട്ടിൽ പോയി കറണ്ട് ഓഫ് ചെയ്യുന്നുണ്ട്. ആ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു LED ലൈറ്റ് ഉണ്ട്. മോനെ എവിടെ നടാ ഈ ലൈറ്റ്? അവന്മാര് ഫ്യൂസ് വരിയതല്ലേ. ആ LED സ്ട്രിപ്പ് ലൈറ്റ് കൊണ്ട് ആ പരിസരം മൊത്തം കാണാം. എന്തിനാടാ ഇവനൊക്കെ കറണ്ട് കട്ട് ചെയ്ത് കളഞ്ഞത്? തെരിയിൽ വിജയുടെ ട്രാൻസ്ഫോർമേഷൻ സീൻ ഉണ്ട്. രോമാഞ്ചം തന്ന സീൻ. ഇതിലും എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ. ഇത് കണ്ട് എന്റെ രോമാഞ്ചം കൊഴിഞ്ഞുപോയി എന്ന് ദളപതി വിജയ്. ഈ ട്രാൻസ്ഫോർമേഷൻ സീനിൽ ബേബി ജോണിന്റെ 6 പാക്ക് കാണിക്കാൻ വേണ്ടി അമ്മ ഷർട്ട് വലിച്ചു ഊരുന്നുണ്ട്. പാസ്റ്റില് ചെസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വെടികൊണ്ടതാണ്. ആ പാട് പോലും ഇതിലില്ല. എവിടെ പോയി ആ പാടുകൾ? ഇതിൽ തന്നെ ഒരു വില്ലന്റെ തലയിൽ പെൻസിലിട്ട് കുത്തുന്നത് കാണാം. ആദ്യത്തെ ഷോട്ടിൽ അത് വലിയ പെൻസിലും രണ്ടാമത്തെ ഷോട്ടിൽ കാണിക്കുമ്പോൾ അത് ചെറിയ പെൻസിലാവും. പാലത്തിന്റെ മണ്ടയിൽ നിന്ന് സ്കൂൾ ബസ് താഴേക്ക് വീഴുന്നത് കാണാം. അത് കണ്ട് ബേബി ജോൺ രക്ഷിക്കാനായിട്ട് ഓടുന്നുണ്ട്. അതിന്റെ അടുത്ത ഷോട്ടിൽ ടോപ്പ് ആംഗിൾ ആണ് കാണിക്കുന്നത്. ആ ഷോട്ട് എത്തിയപ്പോഴേക്കും ബേബി ജോൺ മാഞ്ഞു പോയി. എന്തോരം കഴിവുകളായി ബേബി ജോണിന്. 250 കോടിയുടെ പടത്തിലെ എഡിറ്റിംഗ് ആണ്. അതിന്റെ അടുത്ത ഷോട്ടിൽ തന്നെ ബസ് താഴേക്ക് വീഴുന്നത് കാണാം. ആ ഷോട്ട് പോലും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ വെള്ളത്തിനും ബോട്ടിനും ചെറിയാനൊക്കെ അല്ല ഉള്ളത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിരിക്കുകയാണെന്ന്. ഈ ഫൈറ്റിംഗ് സീനിൽ വില്ലന്മാർ ഡോറ് പൊളിക്കുന്നത് കാണാം. ഇത് ഡോറാണോ അതോ കാർബോർഡ് ആണോ? ഈ സീനിൽ വില്ലന്മാർ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണാം. ഈ ചെക്ക് ഷർട്ട് ഇട്ട ആളാണ് മുമ്പിലുള്ളത്. അതിന്റെ അടുത്ത സീനായ ടോപ്പ് ആംഗിളിൽ നോക്കുമ്പോൾ അവൻ പുറകിൽ പോകും. ഈ കാറ് തുറക്കുന്നതിൽ 3 പേരാണ് ഇറങ്ങുന്നത്. അതിന്റെ അടുത്ത സീനിൽ ടോപ്പ് ആംഗിൾ പോകുമ്പോൾ ഒരുത്തൻ അപ്പുറത്തെ സൈഡ് പോകും. ഈ സീനിൽ ഡോർ തുറക്കുമ്പോൾ പേപ്പർ വന്ന് മുഖത്തടിക്കുന്നുണ്ട്. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് കാണാം ഹിന്ദിയിൽ ലബ്ദ എന്ന്. അടുത്ത സീനിൽ നോക്കുമ്പോൾ അത് മിസ്സിംഗ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കാണാം. ഇതേപോലെ തന്നെ ബേബി ജോണിന്റെ മുഖത്തും പേപ്പർ വന്ന് അടിക്കുന്നത് കാണാം. അതിൽ ആദ്യത്തെ ഫോട്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അതിൽ തൊപ്പിയൊന്നും ഇല്ലെന്ന്. അതിന്റെ അടുത്ത സീനിൽ ആംഗിൾ മാറ്റുമ്പോൾ തൊപ്പി വെച്ചിട്ടുള്ള ഫോട്ടോയാണ് മുഖത്തൊട്ടിയിരിക്കുന്നത്. ഈ സീനിൽ പാർട്ടിക്കാർ കലാപം ഉണ്ടാക്കുന്നത് കാണാം. അതിന്റെ നടുക്ക് ബേബി ജോൺ കാറിലിരിക്കുന്നതും കാണാം. എന്നാൽ ഈ ഷോട്ടിൽ കാറിന്റെ റിയർ വ്യൂ മിററിൽ നോക്കുമ്പോൾ ആൾക്കാർ ഒന്നും അറിയാത്ത ആൾക്കാരെ പോലെ നിൽക്കുന്നത് കാണാം. കാല് കൊണ്ട് ഡോറ് തുറക്കുന്നത് കാണാം. അതിന്റെ അടുത്ത സീനിൽ ടോപ്പ് ആംഗിൾ കൂടെ നോക്കുമ്പോൾ ആ ഡോറ് തുറന്ന കാല് കാണാനില്ല. ഡോറ് തുറന്നത് ഇത്രയും പേടിക്കാൻ എന്താടാ ഇത്? ഭൂമി ഉൽക്കം വല്ല വന്നോ? അതുപോലെയാണ് ആൾക്കാർ പേടിക്കുന്നത്. ഈ സീനിൽ ബേബി ജോണിന്റെ വില്ലന്മാർ ഓടിക്കുന്നത് കാണാം. കണ്ടെയ്നറിന്റെ മുകളിൽ 4 പേരും താഴെ ബൈക്കിൽ 4 പേരും നിൽക്കുന്നത് കാണാം. അവർ വെടി നിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്നുപോലും കൊള്ളുന്നില്ല. വാമികയും പെൺപിള്ളേരെയും കണ്ടെയ്നറിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. എന്നാൽ ഇവര് തോള് കൊണ്ട് തള്ളി താഴെ ഇടാൻ നോക്കുകയാണ്. ഇത് കണ്ടെയ്നർ ആണോ കാർബോർഡിന്റെ പെട്ടി വല്ലതോ ആണോ? വില്ലന്മാരെ രക്ഷപ്പെടാൻ വേണ്ടി വരുൺ ധവൻ ഓടിച്ചാടി നേരെ കണ്ടെയ്നറിനകത്ത് കയറും. വില്ലന്മാരല്ല കണ്ടെയ്നറിനെ തുരതുരാന്ന് വെടിവെക്കുന്നത് കാണാം. കണ്ടെയ്നർ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് അവരെ വെടിവെച്ച് ഓട്ടയാക്കി വെച്ചിരിക്കുന്നത്. അടുത്ത ഷോട്ടിൽ നോക്കുമ്പോൾ വരുൺ ധവൻ കുതിരയുടെ പുറത്ത് കയറി ഇരുന്ന് ചാടി വരുന്നത് കാണാം. ഇതെന്തോന്നുകൂടെ ബുള്ളറ്റ് പ്രൂഫ് ആണ്. കുതിരയ്ക്കൊന്നും പറ്റില്ല, വരുൺ ധവനൊന്നും പറ്റില്ല. ആ കുതിര ഓട്ടിച്ചുകൊണ്ട് നേരെ വില്ലന്മാരെ എല്ലാം തകർക്കും. അറ്റ്ലി ഇതിലും എൽസിനെ പോലെ ഏജന്റുമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവാത്തത് എന്തിനാണ് ബേബി ജോൺ എന്ന് ഇത്രയും വലുതായിട്ട് എഴുതി കാണിച്ചിട്ട് അതിന്റെ നടുക്ക് ജോൺ എന്ന് ചെറുതായിട്ട് എഴുതി കാണിച്ചതെന്ന്. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, സബ്സ്ക്രൈബ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം.